ഹായ് ഫ്രണ്ട്സ്, DBMSന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എവർക്കും സ്വാഗതം. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ മോഡലാണ്. എ ഡാറ്റ മോഡൽ ഇൻ DBMS is a conceptual framework that defines how data is organized, stored, connected and manipulated in a database. ഒരു ഡാറ്റാബേസിൽ എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഡാറ്റ തമ്മിൽ കണക്റ്റ് ആയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കിനെയാണ് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. It tells us what kind of data can be used, how data is connected or related, how data can be accessed or modified. ഒരു ഡാറ്റ മോഡൽ പറയുന്നത് എന്താണ്? എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാബേസിൽ എന്ത് ടൈപ്പ് ഡാറ്റ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഡാറ്റ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇനി ഡാറ്റാബേസിലുള്ള ഈ ഡാറ്റയെ എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനെയാണ് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. DBMSൽ മെയിൻലി 5 മോഡലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ മോഡൽ, സെക്കൻഡ് വൺ നെറ്റ്വർക്ക് മോഡൽ, തേർഡ് വൺ റിലേഷണൽ മോഡൽ, ഫോർത്ത് വൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ, ഫിഫ്ത്ത് വൺ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, ദാറ്റ് ഈസ് ER മോഡൽ. ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ മോഡൽ. ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ ട്രീ ലൈക്ക് സ്ട്രക്ചർ. അതായത് ഡാറ്റ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയും. ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരന്റ് നോഡ് കാണും, അതിന് മൾട്ടിപ്പിൾ ചൈൽഡ് കാണും, അതിൽ ഓരോ ചൈൽഡിനും എഗനിസ്റ്റ് വീണ്ടും മൾട്ടിപ്പിൾ സബ് ചൈൽഡുകൾ വരും. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ, അതിനെയാണ് ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് മോഡൽ. നെറ്റ്വർക്ക് മോഡലിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത് ഗ്രാഫ് ആയിട്ടാണ്. അവിടെ ഈ ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെനി ടു മെനി റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾക്ക് പിന്നീട് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡലിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. അതായത് റോസ് കോളംസ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഈ DBMSന്റെ ടൈമിൽ ഒരു ടേബിളിന് പറയുന്ന മറ്റൊരു പേരാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു മോഡലാണ്, അതായത് DBMS മോഡലാണ് ഈ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് MySQL, SQL സെർവർ, ഒറാക്കിൾ, പോസ്റ്റ്ഗ്രസ്. ഇതെല്ലാം റിലേഷണൽ മോഡലിന് എക്സാമ്പിൾ ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ, ഡാറ്റ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒബ്ജക്റ്റിന്റെ ഫോർമാറ്റിലായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അല്ലെങ്കിൽ ER മോഡൽ എന്ന് ഷോർട്ടായിട്ട് പറയാം. ഈ ER മോഡൽ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മോഡലാണ്. അതായത് ഇതിനു മുമ്പ് പറഞ്ഞ 4 എണ്ണം എന്ന് പറയുന്നത് ഡാറ്റ നമ്മൾ എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാബേസിൽ ഡാറ്റ എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് വരുന്ന 4 ഡിഫറെൻറ്റ് മോഡലാണ്. പക്ഷെ ER മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു മോഡലല്ല. ER മോഡൽ എന്ന് പറയുന്നത് നമ്മൾ DBയിൽ എങ്ങനെയാണോ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിഷ്വൽ മോഡലാണ്. വിഷ്വലി നമ്മൾ ഡ്രോ ചെയ്യുവാണ്. ആ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വലി അതിൽ ഡ്രോ ചെയ്യുവാണ്. നമ്മൾക്ക് എന്തൊക്കെ എൻറ്റിറ്റീസ് ആണ് വരുന്നത്, ആ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള ഒരു വിഷ്വൽ നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ വിഷ്വൽ മോഡലാണ് ER മോഡൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ER ഡയഗ്രാം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നമുക്ക് ഡിസൈൻ ഫേസിലാണ് ഈ ഒരു ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ER ഡയഗ്രാം യൂസ് ചെയ്യുന്നത് ഡിസൈൻ ഫേസിലാണ്. നമുക്കതുകൊണ്ട് ഈ ER മോഡൽ എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അല്ലെങ്കിൽ ER മോഡൽ. ER model is a conceptual data model is used to visually describe the data and its relationship in a database system. അതായത് ഡാറ്റാബേസ് സിസ്റ്റത്തിലുള്ള ഡാറ്റയും ആ ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പും
എന്തായിരിക്കും എന്നുള്ളത് വിഷ്വലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡാറ്റ മോഡലാണ് മോഡൽ എന്ന് പറയുന്നത്. 1976 പീറ്റർ ചെൻ ആണ് മോഡലിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലി റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ആ ഡാറ്റാബേസിൽ എന്തൊക്കെ ടേബിൾസ് ആണ് വന്നിരിക്കുന്നത്, ആ ടേബിൾസിൽ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡാറ്റാബേസ് ഡിസൈൻ ഫേസ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഡാറ്റാബേസ് ഡിസൈനിങ്ങിന്റെ ഒരു ടൈമുണ്ട്. ആ DB ഡിസൈനിന്റെ ടൈമിലായിരിക്കും നമ്മൾ മോഡൽ DB ഡിസൈനിങ്ങിന്റെ ടൈമിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മോഡലായിരിക്കും. മോഡൽ ചെയ്തിട്ടാണ് ബാക്കി പിന്നെ ഫർദർ ഡയഗ്രാംസ് എല്ലാം ഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ബേസിൽ നിന്നിട്ടാണ് ബാക്കി നെക്സ്റ്റ് ഓരോ ഡയഗ്രാംസ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് അതായത് ഒരു DB ഡിസൈൻ പ്രോപ്പറാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് നമ്മൾ ഡെവലപ്മെന്റിന്റെ മുമ്പായിട്ട് തന്നെ DB ഡിസൈൻ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറെ കൂടെ ഈസി ആയിരിക്കും. മോഡലിൽ മെയിനായിട്ട് 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, ദെൻ ലാസ്റ്റ് വൺ റിലേഷൻഷിപ്പ്. ഫസ്റ്റ് വൺ എൻറ്റിറ്റി. Entity is an object with a physical existence or conceptual existence. Entity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ കൺസെപ്ച്വൽ എക്സിസ്റ്റൻസോ ഉള്ള ഒരു ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ പേഴ്സൺ, സ്റ്റുഡൻറ്, ജോബ്, ഇതൊക്കെ എൻറ്റിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഈ എൻറ്റിറ്റിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വീക്ക് എൻറ്റിറ്റി ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി. Weak entity, an entity that depends on another entity, is known as weak entity. അതായത് ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വീക്ക് എൻറ്റിറ്റി എന്ന് പറയും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടായിരിക്കും. ഈ ഡയഗ്രാം നോക്കുവാണെങ്കിൽ അറിയാം. ഇതാണ് ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് വീക്ക് എൻറ്റിറ്റി. The next one, strong entity. A strong entity does not support other entity in the schema. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതൊരിക്കലും വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കത്തില്ല നിൽക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ്, ഒരു കസ്റ്റമർ ഒരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. കസ്റ്റമറിന് എന്തുണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് കാണും അല്ലെ. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ രണ്ട് എൻറ്റിറ്റീസ് നമ്മുടെ കയ്യിൽ, 2 എൻറ്റിറ്റി ഉണ്ട്, ഒന്ന് കസ്റ്റമറും ഒന്ന് അക്കൗണ്ടും. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു എൻറ്റിറ്റിയാണ്. അതേസമയം അക്കൗണ്ട് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു എൻറ്റിറ്റിയാണ്. ഇനി ഈ 2 എൻറ്റിറ്റിയും തമ്മിൽ ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ ഡെപ്പോസിറ്റ് ചെയ്യുക, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു റിലേഷനാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു കസ്റ്റമർ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡെപ്പോസിറ്റ് ആയിരിക്കും റിലേഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലേ. ഈ കസ്റ്റമർ വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വരുന്നത്. കസ്റ്റമറിന് സ്വന്തമായിട്ടൊരു കസ്റ്റമർ ID കാണും, പിന്നെന്താണ് കസ്റ്റമർ നെയിം, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് കസ്റ്റമർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, സ്ട്രോങ് എൻറ്റിറ്റി ആയിരിക്കും. അതേസമയം അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ കസ്റ്റമർ എന്ന് പറയുന്ന എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് കസ്റ്റമർ ഇല്ലാതെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടെന്നുകൊണ്ട് കാര്യമില്ല, ഉണ്ടോ. നമുക്ക് എപ്പോഴും അതൊരു കസ്റ്റമറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ അക്കൗണ്ട് മീനിങ് ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വീക്ക് എൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ എൻറ്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.